മഞ്ഞിവിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു സിനിമ റിലീസിന് മുമ്പ് തന്നെ മോഹൻലാലിന് കിട്ടിയ അവസരങ്ങളും 1981 എന്ന് പറയുന്ന വർഷം മോഹൻലാൽ ചെയ്ത സിനിമകളെക്കുറിച്ചൊക്കെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 81 മമ്മൂട്ടിയുടെ സിനിമകളെക്കുറിച്ചാണ്. 71, 73 കാലഘട്ടങ്ങളിൽ 1-2 സിനിമകളൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മൂക്ക ശരിക്കും അഭിനയ രംഗത്ത് സജീവമാവുന്നത് 80-ലാണ്. നമുക്കറിയാം, ദേവലോകം എന്ന് പറയുന്നൊരു സിനിമ അത് റിലീസായില്ല. അതിനുശേഷം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, മേള, ഈ 2 സിനിമകളാണ് 80 റിലീസാവുന്നത്. ഇതിൽ മേള എന്ന് പറയുന്ന KG ജോർജിൻ്റെ ഒരു സിനിമയാണ് മമ്മൂക്കയുടെ എന്താ പറയുക തുടർന്നുള്ള സിനിമകൾ കിട്ടാനായിട്ട് മമ്മൂക്കിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ആ ഒരു സിനിമയോട് കൂടിയാണ് മമ്മൂക്ക സെറ്റായത് ശരിക്കും പറയുകയാണെങ്കിൽ. ഇതിൽ മേള എന്ന് പറയുന്ന ഒരു സിനിമ 80 ഡിസംബറിൽ റിലീസാവുന്നു. ആ ഒരു ഡിസംബറിൽ തന്നെ പ്രീ പ്രൊഡക്ഷനൊക്കെ നടന്നിരുന്ന ഒരു സിനിമ, അതായത് സുകുമാരനും ജയനും, അതായത് പ്രധാന വേഷത്തിൽ ജയൻ, പിന്നെ സെക്കൻഡ് ഹീറോ ആയിട്ട് സുകുമാരൻ, ഇവർ രണ്ടുപേരെയും വെച്ച് PG വിശ്വംഭരൻ പ്ലാൻ ചെയ്ത ഒരു സിനിമയായിരുന്നു സ്ഫോടനം. ഷീല, നമ്മുടെ ആക്ട്രസ് ഷീലയുടെ ഹസ്ബൻഡ്, ഷീലയുടെ ഹസ്ബൻഡ് ബാബു, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത ഒരു സിനിമയാണ് സ്ഫോടനം. പക്ഷേ നവംബറിൽ, അന്ന് 80 നവംബറിൽ ജയൻ്റെ മരണത്തോടു കൂടി കുറേ സിനിമകൾ ജയൻ്റെ മാറിയിട്ടുണ്ട്. ജയന് പകരം മറ്റു പലരെയും കാസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിലൊരു സിനിമ സ്ഫോടനം. അന്ന് ജയന് പ്ലാൻ ചെയ്തിരുന്ന റോളിലേക്ക് ഇവർ സെക്കൻഡ് ഹീറോ ആയിരുന്ന സുകുമാരനെ കാസ്റ്റ് ചെയ്യുന്നു. സുകുമാരന് വെച്ചിരുന്ന റോളിൽ ആര് എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഈ പറയുന്ന മേളയിലൂടെ വന്ന മമ്മൂക്കയുടെ പേര് അവിടെ ആരോ പറഞ്ഞു. അങ്ങനെ മമ്മൂക്ക ആ ഒരു സിനിമയുടെ വലിയൊരു സിനിമയുടെ ഭാഗമായി മാറുന്നു. ഇപ്പോൾ സ്ഫോടനം എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്കും വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയാണ്. അതിൽ സുകുമാരനും മമ്മൂക്കയും സീമ, അങ്ങനെ ഒരുപാട് പേര് ആ സിനിമയിലുണ്ട്. ആ സിനിമയിൽ ശരിക്ക് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്കയുടെ പേര് സജിൻ എന്നാണ്, അതായത് സജിൻ ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്നാണ്. അത് PG വിശ്വംഭരനാണ് ആ പേര് കൊടുക്കുന്നത്. കാരണം അന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേര് ഒരു നടന് ആപ്റ്റല്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ കാരണങ്ങളുണ്ട് സജിൻ എന്ന പേരിൽ. അതുമാത്രമല്ല, ആ ഒരു സിനിമയിലാണ് മമ്മൂക്കയ്ക്ക് നല്ലൊരു ത്രൂ ഔട്ട് റോൾ. അതിന് മുമ്പ് മേളയൊക്കെ ഉണ്ടെങ്കിലും ഒരു വലിയൊരു സിനിമയുടെ ഭാഗമായി കുറച്ചും കൂടിയും ഒരു ജനകീയമായ ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായത് സ്ഫോടനമായിരുന്നു. 81 റിലീസായ സ്ഫോടനം ഒരു വലിയ വിജയം തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു സിനിമയിൽ മമ്മൂക്കയല്ല ഡബ് ചെയ്തിരിക്കുന്നത്. അന്ന് ആ ഒരു സിനിമയുടെ ഡബ്ബിങ്ങിൻ്റെ ഒക്കെ മദ്രാസിൽ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് PG വിശ്വംഭരൻ വേറൊരു സിനിമയുടെ ഷൂട്ടൊക്കെ ആയിട്ട്, അദ്ദേഹം അതിനുശേഷം ചെയ്തൊരു സിനിമയുടെ ഷൂട്ടൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു, അവിടെ ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെ ഇതിൻ്റെ റൈറ്ററായ ആലപ്പി ഷെറീഫാണ് ആ ഒരു സിനിമയിൽ ഡബ്ബിങ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ അന്ന് മമ്മൂക്കയുടെ ശബ്ദം, അതായത് ഇന്ന് നമ്മൾ എത്ര ഗാംഭീര്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിച്ച മമ്മൂക്കയുടെ ശബ്ദം അന്ന് പോരാ എന്ന് പറഞ്ഞ് മറ്റൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് അന്ന് ആ ഒരു സിനിമ ആലപ്പി ഷെറീഫ് ചെയ്തത്. അപ്പോൾ മമ്മൂക്കയ്ക്ക് അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഒരു സിനിമ ഡബ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ അത് നടന്നില്ല. മമ്മൂക്കയുടെ ശബ്ദത്തിലല്ല ആ ഒരു സിനിമ വന്നത്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഏതോ ഒരാളുടെ വേറെ ഏതൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ ശബ്ദത്തിലാണ് അന്ന് മമ്മൂക്കനെ നമ്മൾ കണ്ടത്. ഇതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തുള്ളൊരു അനുഭവം, അത് ചിലപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. ആ ഒരു സിനിമയിലൊരു വലിയൊരു മതിലിൻ്റെ ഉയരത്തുനിന്ന് താഴേക്ക് ചാടുന്നത് അത് സുകുമാരനും മമ്മൂക്കയൊക്കെ ചാടുന്നതാണ്. അതിൽ സുകുമാരൻ ചാടുമ്പോൾ നമുക്കറിയാം, ചാടുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ, ഒരു ബെഡും കാര്യങ്ങളൊക്കെ വെക്കും. പക്ഷെ മമ്മൂക്കയ്ക്കൊന്നും ബെഡൊന്നും വെച്ച് കൊടുത്തില്ല. അപ്പോൾ അന്ന് ഷീല, പ്രൊഡ്യൂസറും കൂടിയായ ഷീല പറഞ്ഞു അത് അപകടമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഒരു ഡയറക്ടർ പറഞ്ഞ പുതിയ നടനാണ്, ആൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് മമ്മൂക്ക ചാടിയതും മമ്മൂക്കയുടെ കാലം തൊടിഞ്ഞു. പിന്നീട് ആ ഫ്രാക്ചർ വെച്ച കാല് വെച്ചിട്ടാണ് മമ്മൂക്ക പിന്നീട് തുടർന്ന് അഭിനയിച്ചതൊക്കെ. പിന്നീട് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം മമ്മൂക്കയുടെ ഒരു നടത്തത്തിനും അല്ലെങ്കിൽ പലപ്പോഴും മിമിക്രിക്കാരൊക്കെ മമ്മൂക്കിനെ അനുകരിക്കുന്നുണ്ട്, മമ്മൂക്കയുടെ ഒരു നടത്തവും കാര്യങ്ങളൊക്കെ. അത് മമ്മൂക്ക തന്നെ പലപ്പോഴും സമ്മതിച്ചിട്ടുള്ളതാണ്. മമ്മൂക്കയുടെ ഒരു കാലിന് ചെറിയൊരു കുഴപ്പമുള്ളത് അത് ശരിക്കും ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു പരിക്കാണ് ഇന്നും മമ്മൂക്കയുടെ ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷേ മമ്മൂക്ക ഈ പറഞ്ഞ പോലെ അതൊരു എന്തോ PG വിശ്വംഭരൻ അന്ന് അങ്ങനെ പറഞ്ഞു. പക്ഷേ മമ്മൂക്ക പിന്നീട് വളർന്ന ശേഷം വലിയൊരു താരമായ ശേഷം PG വിശ്വംഭരൻ മമ്മൂക്ക വെച്ച് ഒരുപാട് സിനിമകൾ, എഴുപുന്ന തരകൻ വരെയുള്ള ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആലപ്പി ഷെറീഫ് എന്ന് പറയുന്ന ഒരു റൈറ്റർ പിന്നീട് മമ്മൂക്കയായിട്ട് സഹകരിച്ചിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പിണക്കവും കാര്യങ്ങളാണോ നമുക്കറിയില്ല, എൻ്റെ ഒരു അറിവിലില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ പറയുക. ആലപ്പി ഷെറീഫ് എഴുതിയ ഒരു സിനിമയിൽ മമ്മൂക്ക പിന്നെ അഭിനയിച്ചിട്ടില്ല. ഈ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നെ മമ്മൂക്ക അഭിനയിച്ചൊരു സിനിമയുടെ മുന്നേറ്റം, ശ്രീകുമാരൻ തമ്പി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ശ്രീകുമാരൻ തമ്പി അന്നത്തെ ഹിറ്റ് ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും മ്യൂസീഷ്യനും ഒക്കെയാണ്. അങ്ങനെ രതീഷും മമ്മൂക്കയായിരുന്നു ഈ ഒരു സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്തത്. രതീഷ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കോംബോയും അവരുടെ സൗഹൃദമൊക്കെ തുടങ്ങുന്ന ഒരു സിനിമയാണ്. അത് ശരിക്കും തമിഴിലെ ഒരു സിനിമയുടെ റീമേക്കാണ്. രജനീകാന്തും ശിവകുമാറും, നമ്മുടെ നടൻ സൂര്യയുടെയും കാർത്തിയുടെയും അച്ഛൻ ശിവകുമാറും അഭിനയിച്ച ഒരു സിനിമയുടെ റീമേക്കാണ്. ആ ഒരു സിനിമയിലാണ് അതുവരെ വില്ലനായിരുന്ന രജനീകാന്ത് ഒരു ഹീറോ ആവുന്നതും ഹീറോ ആയിട്ട് ചെയ്തിരുന്ന ശിവകുമാർ
നെഗറ്റീവ് റോളും ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു അത്. അതിൻ്റെ റീമേക്കിൽ ഇവിടെ രതീഷും മമ്മൂക്കയാണ് ചെയ്തത്. മമ്മൂക്കയ്ക്ക് അത് കരിയറിൽ ഭയങ്കര ഗുണം കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നെ മമ്മൂക്കയുടെ ഒരു പ്രധാനപ്പെട്ട സിനിമ, അതായത് നമുക്ക് ആദ്യമായിട്ടൊരു സോളോ ഹീറോ എന്നൊക്കെ നമുക്ക് പറയാം, അങ്ങനത്തെ ഒരു സിനിമയാണ് തൃഷ്ണ. MT വാസുദേവനാരുടെ സ്ക്രിപ്റ്റ്, IV ശശിയുടെ ഡയറക്ഷൻ. IV ശശി എന്ന് പറയുന്ന ഒരു നടൻ്റെ ആ ഒരു സംവിധായകൻ്റെ ക്യാമ്പിലേക്ക് മമ്മൂക്ക എത്തിപ്പെടുന്ന ആദ്യത്തെ സിനിമ. പിന്നീട് അവിടെ ഒരുപാട് സിനിമകൾ ചെയ്തു. ശരിക്കും ഒരു തൃഷ്ണ എന്ന് പറയുന്ന സിനിമയിൽ അന്ന് നായകനായിട്ട് ആദ്യം ഷൂട്ട് തുടങ്ങിയതും കുറച്ച് ദിവസങ്ങൾ അഭിനയിച്ചതൊക്കെ ബാബു നമ്പൂതിരിയാണ്. അന്ന് ബാബു നമ്പൂതിരി ഒരു കോളേജ് പ്രൊഫസറൊക്കെ ആയിരുന്നു. അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ബാബു നമ്പൂതിരിനെ ആ സിനിമയിൽ നിന്ന് IV ശശി മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ പകരം ആര് എന്ന് പറയുന്ന ഒരു ഇതിൽ നിൽക്കുന്ന സമയത്താണ് മമ്മൂക്കനെ കുറിച്ച് അറിയണതും. അങ്ങനെയാണ് മമ്മൂക്കനെ തൃഷ്ണ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഭാഗമാക്കുന്നതും മമ്മൂക്ക അതിലെ നായകനാവുന്നതും. ഇത് സീമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ഫോടനം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് മമ്മൂക്കനെ സീമ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് തുഷാരം എന്ന് പറയുന്ന സിനിമയാണോ വേറെ ഏതൊരു സിനിമ, തുഷാരമല്ല വേറെ ഏതൊരു സിനിമയിൽ സീമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് IV ശശി സീമനെ വിളിച്ചിട്ട് പറയണത് ഇങ്ങനെ തൃഷ്ണ എന്ന് പറയുന്ന സിനിമയിലെ നായകനെ മാറ്റി വേറൊരു നായകനാണ് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ സീമ പറഞ്ഞു നല്ല സെലക്ഷനാണ്, നല്ല കഴിവുള്ള ആളാണ്, ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഒരു എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ അന്നേ വന്ന ഒരു നടൻ തന്നെയായിരുന്നു മമ്മൂട്ടി. അങ്ങനെ തൃഷ്ണ എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് MTയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ്, അത് നമുക്ക് അതിനു മുമ്പ് ദേവലോകമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ശരിക്കും പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ അല്ലെങ്കിൽ MT വാസുദേവനാരുടെ ജനങ്ങൾ കണ്ട ഒരു സിനിമയുടെ ഭാഗമായത് ശരിക്കും തൃഷ്ണ തന്നെയാണ്. തൃഷ്ണ നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു 2010-9 ആ ഒരു സമയത്ത് മധുബാലിന് തൃഷ്ണ റീമേക്ക് ചെയ്യാൻ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പൃഥ്വിരാജിനെ വെച്ചിട്ടായിരുന്നു എന്നൊക്കെ അന്ന് കുറേ മാഗസീൻസിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും സംഭവിച്ചിട്ടില്ല. എന്തായാലും ആ തൃഷ്ണ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണണം. അതിൽ രാജ്കുമാർ എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹം ഒന്ന് ഹീറോ ഒക്കെ ആയിട്ട് തമിഴിലും മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു സിനിമയുടെ ഭാഗമാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ IV ശശിയുടെ തന്നെ അഹിംസ എന്ന് പറയുന്നത്, അതിൽ ഒരുവിധം എല്ലാ താരങ്ങളുണ്ട്. അതിൽ മമ്മൂട്ടി, മോഹൻലാൽ, രതീഷ്, പൂർണിമ, കുറേ പേരുണ്ട് ആ സിനിമയിൽ. അതും വലിയൊരു ഹിറ്റ് മാത്രമല്ല, മമ്മൂക്കയ്ക്ക് ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് അവാർഡ്, മികച്ച രണ്ടാമത്തെ നടൻ, മികച്ച സഹനടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടണത് അഹിംസ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. പിന്നെ ഊതിക്കാച്ചിയ പൊന്നു എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഭാഗം. അങ്ങനെ ഒരു 5ഓളം സിനിമകളാണ് 81 എന്ന് പറയുന്ന ഒരു വർഷം മമ്മൂക്കയ്ക്ക് കിട്ടിയത്. പക്ഷേ മമ്മൂക്കിനെ സംബന്ധിച്ച് കരിയറിൽ എന്താ പറയുക വന്നു നമ്മൾ ഈ 1980 ആദ്യമായിട്ട് ഒരു ത്രൂ ഔട്ട് അല്ലെങ്കിൽ ഒരു നല്ല റോള് ചെയ്യുന്ന ഒരു സിനിമ ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ തന്നെ തൊട്ടടുത്ത വർഷം തന്നെ നല്ല സിനിമകളുടെ ഭാഗമാവുന്നു, സ്റ്റേറ്റ് അവാർഡും കിട്ടുന്നു. പിന്നെ അങ്ങോട്ട് 82 എന്ന് പറയുന്ന ഒരു വർഷം കുറേ സിനിമകൾ ചെയ്തതൊക്കെ കമ്മിറ്റ് ചെയ്തത് ഏകദേശം ഈ ഒരു 81ൻ്റെ ഒരു അവസാനത്തോടു കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്തായാലും വേറൊരു എപ്പിസോഡിൽ വരും. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ 5 സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാം.